American Army, American Navy, American Air Force has no relevance in a peaceful West Asia. അതുകൊണ്ട് സമാധാനം എന്നത് അമേരിക്കയുടെ അജണ്ടയിൽ ഉണ്ടാവില്ല. താൽക്കാലികമായെങ്കിലും ഒരു ശത്രു ഉണ്ടാകണം. നിലവിൽ ഒരു ശത്രു ഉള്ളത് ഇറാനാണ്. IRGC തീക്കട്ടയാണെങ്കിൽ അവിടെ തീക്കട്ടയെ അരിക്കുന്ന ഉറുമ്പുകൾ ഉൾപ്പെടെ ഉണ്ട് ചാരന്മാരുടെ രൂപത്തിൽ. ഇറാന്റെ ബലവും ഇറാന്റെ ദൗർബല്യവും ഇറാൻ ഉള്ളിൽ തന്നെയാണ്. റഷ്യയുടെയും ചൈനയുടെയും കപ്പലുകൾക്ക് കടന്നു പോകാൻ അനുവാദമുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. ഇതൊരു മാസ്റ്റർ സ്ട്രോക്കാണ്. ഗൾഫിന്റെ മൊത്തം മാർക്കറ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് മാർക്കറ്റാണ്. അതുകൊണ്ട് എണ്ണ വിൽക്കാനും പറ്റുന്നില്ല, അവശ്യ സാധനങ്ങൾ എത്തുകയും ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ റഷ്യക്കും ചൈനയ്ക്കും ഒരു ചെറിയ കളി കളിക്കാൻ പറ്റും. ചൈന ഇന്ത്യയും മാത്രമല്ല അഫക്റ്റഡ് ആകുന്നത്, അമേരിക്കയിൽ ഉൾപ്പെടെ ഇതിന്റെ ഹീറ്റ് ഫീൽ ചെയ്യും. അമേരിക്കയുടെ ജനം തെരുവിലിറങ്ങില്ലേ? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന സൈനിക നീക്കം ശക്തമായി തുടരുകയാണ്. ശക്തമായ തിരിച്ചടി തങ്ങളും ഇതേ രീതിയിൽ തുടരുമെന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട്. അവർക്ക് പുതിയ നേതാവ് വന്നിരിക്കുകയാണ്. അലി ഖമനേയിയുടെ മകൻ മോജ്തബ ഖമനേയി വന്നിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇറാൻ ഒരു ഔദ്യോഗിക മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇസ്രായേൽ അമേരിക്കൻ സൈനിക നീക്കത്തെ അനുകൂലിക്കുന്ന ആരെയും തങ്ങൾ ശക്തമായി ആഞ്ഞടിക്കും എന്നാണ് ആ മുന്നറിയിപ്പ്. എത്ര നാൾ ഇറാന് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും? ഇത്തരത്തിലുള്ള നീക്കങ്ങളുടെ പിന്നിൽ ഏത് തരത്തിലുള്ള കരുത്താണ് ഇറാന് ഉള്ളത്? അമേരിക്കയെയും ഇസ്രായേലിനെയും പോലുള്ള വമ്പൻ സൈനിക ശക്തിയെ എത്ര നാൾ അവർക്ക് എതിരിടാൻ സാധിക്കും? ഒപ്പം തന്നെ ഇതിന് പിന്നിലുള്ള കുറേയേറെ രാഷ്ട്രീയങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം. നമ്മോടൊപ്പം ചേരുകയാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ആദ്യം, എത്രത്തോളം ശക്തമായി ഈ രീതിയിൽ പോരാട്ടം തുടരുവാൻ ഇനിയും ഇറാന് സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം അവർ പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും ഇനി ഇസ്രായേലിനെയും അമേരിക്കയെയും പിന്തുണച്ചാൽ അവരെ ഞങ്ങൾ അടിച്ചിരിക്കും, വാർ ടൈം കോൺസിക്വൻസസ് നേരിടാൻ ഒരുങ്ങിക്കോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും ഇത്രയും പ്രകോപനപരമായി നിലപാട് സ്വീകരിക്കാൻ അവർക്ക് നൽകുന്ന ധൈര്യം? മൊറാൽ എന്ന് പറയും, ആത്മവീര്യം. ഓക്കെ, കാത്തു സൂക്ഷിക്കുക എന്നതാണ്. ദുർബലമായ വിഭാഗത്തിന് വാക്ധോരണി ആവശ്യമാണ്. ഓക്കെ, ഇറാന് ദൗർബല്യമുണ്ട്. അത് ആകാശത്താണ് ഏറെ ദൗർബല്യം. ഇറാന്റെ ശക്തി കരയിലാണ്. പക്ഷെ യുദ്ധം നടക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ആകാശത്തിലാണ്. ആകാശ മേൽക്കോയ്മ അറബി രാജ്യങ്ങൾക്കും, അല്ലെങ്കിൽ അറബി രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കുന്നതായി വേഷം കിട്ടിയിരിക്കുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലും തന്നെയാണ് ആകാശ മേൽക്കോയ്മ, സംശയമില്ല. അങ്ങനെയെങ്കിൽ വാക്ധോരണികളിലൂടെ അണികളുടെ, സാധാരണ ജനങ്ങളുടെ, ഇറാനിയൻ ആംഡ് ഫോഴ്സസിന്റെ ആത്മവീര്യം ഉയർത്തി നിർത്തുക. അതാണ് വാർ ടൈം മൊറാൽ. പീസ് ടൈം മൊറാൽ ആൻഡ് വാർ ടൈം മൊറാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ മറുപക്ഷത്തെ സഹായിക്കുന്ന എല്ലാവർക്കും തക്കതായ തിരിച്ചടി. നോക്കൂ, ഇറാന്റെ ശത്രു ഇറാൻ ഉള്ളിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇറാന് പരമ്പരാഗതമായ ഒരു ശക്തി തന്നെയാണ്, സൈനിക ശക്തി തന്നെയാണ്. പക്ഷേ ദൗർബല്യം, ഇറാൻ ഉള്ളിൽ നിന്നും ഒരുപാട് വിമതർ നേരിട്ടും അല്ലാതെയും വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ട്. ചാരപ്രവർത്തനം, ഇസ്രായേലി ചാരസംഘടനയായ മൊസാദിന്റെ പ്രവർത്തനം ഇറാൻ ഉള്ളിൽ വളരെ ആക്റ്റീവാണ്. അതുകൊണ്ടാണ് ഒരുപാട് പേരെ, തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ ഉൾപ്പെടെ ഇസ്രായേൽ പ്ലാന്റ് ചെയ്തതാണ് ഇറാൻ ഉള്ളിൽ. അവർ കൊടുക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് പലപ്പോഴും ഇസ്രായേൽ അറ്റാക്ക്, പ്രിസിഷൻ അറ്റാക്ക് നടക്കുന്നത്. അതേസമയം ചാരക്കണ്ണുകൾ, ഈവൻ അവരുടെ ട്രാഫിക് ക്യാമറകൾ പോലും, അതാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്തയനുസരിച്ച് ട്രാഫിക് ക്യാമറകളിലൂടെ അയത്തുള്ള അലി ഖുമൈനിയുടെയും മറ്റ് നേതാക്കന്മാരുടെയും സഞ്ചാരപഥം ട്രാക്ക് ചെയ്ത് അവർ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് യോഗം ചേരും എന്ന വിവരം മുൻകൂട്ടി അറിഞ്ഞ് ആ സമയത്ത് അടിച്ചതാണ്. അതാണ് ഒരു ദിവസം പ്രാതലിന് ശേഷം 9:30 സമയത്ത്, 9:30 മണി രാവിലെ ഇന്ന സ്ഥലത്ത് യോഗം കൂടുന്നു എന്ന മുൻ അറിവുണ്ടായി. ആ അറിവ് കൃത്യമായ നിമിഷം ഉപയോഗിക്കുകയാണ്. അതാണ് പ്രീ എംപ്റ്റീവ്നെസ്. അത് ഔപചാരികമായി യുദ്ധത്തിന് തുടക്കവുമായി, ഈ റൗണ്ട് യുദ്ധത്തിന്റെ തുടക്കമായി മാറി. നമുക്ക് തോന്നുന്നു ഈ ഇറാന്റെ എല്ലാ മുക്കിലും മൂലയിലും ഇപ്പോൾ ബോംബിംഗ് നടന്നിട്ടുണ്ടാവണം. വാർത്ത നമ്മൾ അറിയാഞ്ഞിട്ടായിരിക്കണം. കാരണം ഇത്രയും ശക്തമായ ഒരു സൈനിക സന്നാഹം വ്യോമസേന ഉള്ള രാജ്യങ്ങളാണ്. 159 സിറ്റീസിൽ ബോംബിംഗ് നടന്നു. 159, 1000-ലധികം ഏരിയകൾ, 159 സിറ്റികളിൽ 1000-ൽ പരം സ്ഥലങ്ങളിൽ, പോയിന്റുകളിൽ ബോംബിംഗ് നടന്നിരിക്കുന്നു ഓൾറെഡി.
എന്തായാലും അവിടുത്തെ പൊളിറ്റിക്കൽ നേതൃത്വം എനിക്ക് തോന്നുന്നു അല്പം പതറി നിൽക്കുകയാണ്. അതുകൊണ്ടായിരിക്കണം നിയന്ത്രണം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സൂചനയാണ് പലരും നൽകുന്നത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സിവിലിയൻ നേതൃത്വത്തിന് മാത്രമായി ഒരു കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം നയിക്കാൻ ആവില്ല. അത് ഏത് രാജ്യമാണെങ്കിലും ഒരു സെമി മിലിറ്ററിസ്റ്റിക് ഒരു റെജിമെൻറ്റഡ് ഒരു പാറ്റേൺ മാത്രമേ കഴിയൂ. ഇവിടെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഒരു സെൻട്രൽ കമാൻഡ് സംവിധാനം, IRGCയുടെ ഒരു സെൻട്രൽ കമാൻഡ് സംവിധാനം ഒരുപക്ഷെ തകർക്കപ്പെട്ടേക്കാം. കാരണം IRGCയുടെ ചീഫ് ഈ 48 പേരോടൊപ്പം അയത്തുള്ള ഖൊമേനിയോടൊപ്പം വധിക്കപ്പെട്ടു. ഓൾട്ടർനേറ്റ് ചീഫ് ഉണ്ടായി. അതുകൊണ്ട് അവർ ചെയ്ത ഒരു കാര്യം, വിശ്വാസപരമായി അവിടുന്ന് വരുന്ന വിവരങ്ങൾ വിശ്വസിക്കാമെങ്കിൽ 31 സംസ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ പ്രവിശ്യകളാണ്. ഇവിടെ എല്ലാം തന്നെ പ്രവിശ്യ തലത്തിൽ തന്നെ ഡിഫറെൻറ്റ് ആളുകളെ ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചു. അപ്പം ഏകോപനം സാധ്യമാകാതെ വന്നാൽ പോലും അതത് ഇടങ്ങളിൽ യുദ്ധം നയിച്ചുകൊണ്ട് പോകാൻ അൾട്ടിമേറ്റ് ഒരു ഓർഡേഴ്സ് കൊടുക്കാനുള്ള അവകാശം പ്രാദേശിക തലത്തിൽ തന്നെ ലഭിക്കുന്നു. ഉചിതമായത് ചെയ്തുകൊള്ളൂ. എപ്പോഴും ഒരു സെൻട്രൽ കമാൻഡ് സംവിധാനം തകരാറിലായാൽ ഈ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് ഇതൊരു വലിയൊരു മാസ്റ്റർ സ്ട്രോക്കാണ്. അമേരിക്ക അറിയാവുന്ന ഒരു സെൻട്രൽ കമാൻഡ് സിസ്റ്റമാണ് സെൻകോമിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ. അവിടെ എല്ലാം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ തന്നെ ഇൻടാക്റ്റ് ആണ്. പക്ഷേ ഇറാനിൽ അങ്ങനെ പ്രതീക്ഷിക്കാനാവില്ല. ഇൻ്റർനെറ്റ് തടസ്സപ്പെടാം, ഫോൺ കോളുകൾ തടസ്സപ്പെടാം, ഒരു രീതിയിലും കമ്മ്യൂണിക്കേഷൻ അകത്ത് നടത്താത്ത രീതിയിൽ അമേരിക്ക കാര്യങ്ങൾ ജാം ചെയ്തേക്കാം. അത് മറികടക്കാൻ ഓൾറെഡി ഒരു സിസ്റ്റം ഈസ് ഇൻ പ്ലേസ്. അതുകൊണ്ടാണ് IRGC നേരിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന മട്ടാണ്. പക്ഷേ IRGC തീക്കട്ടയാണെങ്കിൽ അവിടെ തീക്കട്ടയെ അരിക്കുന്ന ഉറുമ്പുകൾ ഉൾപ്പെടെ ഉണ്ട്, ചാരന്മാരുടെ രൂപത്തിൽ. മുൻകാലങ്ങളിൽ ഇത് കണ്ടതാണ്. ഈ വേവ് ഓഫ് അറ്റാക്കിൽ ഇറാൻ്റെ അകത്തുനിന്ന് ഒരുപാട് വിവരങ്ങൾ ചോർത്തുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു ചാര വിഭാഗത്തെ ഏർപ്പെടുത്തി. അവസാനം അന്വേഷിച്ചു വന്നപ്പോൾ ആ ചാര വിഭാഗത്തിൻ്റെ തലവനും എല്ലാ അംഗങ്ങളും ഇസ്രയേലിൻ്റെ ഹാൻഡ് പിക്ഡ് ആളുകളായിരുന്നു. അപ്പം ചാരന്മാരെ തകർക്കാൻ വേണ്ടി അന്വേഷിക്കാൻ ഉള്ള കൊടും ചാരന്മാരെല്ലാം ഇസ്രയേലിൻ്റെ പണം വാങ്ങുന്ന ഏജൻറ്റുകളായിരുന്നു എന്ന് പറയുമ്പോൾ ഇറാനിൽ എത്രത്തോളം ഇൻറ്റേർണൽ ഡിവിഷൻസ് ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമാകും. അതാണ് ഇറാൻ ഉള്ളിൽ തന്നെയാണ് ഇറാൻ്റെ ശത്രു. ഇറാൻ്റെ ബലവും ഇറാൻ്റെ ദൗർബല്യവും ഇറാൻ ഉള്ളിൽ തന്നെയാണ്. ഓക്കെ, വേറൊന്ന് ചോദിച്ചോട്ടെ. ഈ 9 കോടി ജനങ്ങളാണ് അവിടെ ഉള്ളത്. ഇത്തരത്തിലുള്ള സൈനിക നീക്കത്തിലൂടെ സാധാരണക്കാർ, യാതൊരു വിധത്തിലുള്ള കുറ്റവും ചെയ്യാത്തവർ കൊന്നൊടുക്കപ്പെടുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. 100 കണക്കിന് കൊച്ചുകുട്ടികളുണ്ട്. ഇത്തരത്തിൽ എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഞെരിച്ചമർത്തുന്നതിന് പകരം ഒരു ചർച്ചയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകേണ്ടതല്ലേ? ഇത്രയും ഇവർ പറയുന്നുണ്ട്, ഇവരുടെ ആശങ്ക ആ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇറാൻ്റെ ആകെ പിടിവിട്ട് നിൽക്കുകയാണ് ഇറാൻ എന്ന് തോന്നുന്നു. അമേരിക്ക ആഗ്രഹിക്കുന്നത് സന്ധി സംഭാഷണം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ എല്ലാ ടേംസും അംഗീകരിച്ചുകൊണ്ട് പൂർണ്ണമായ കീഴടങ്ങൽ. അതിന് ഇറാൻ തയ്യാറല്ല. ഇറാന് ഒരു ബെറ്റർ ഓപ്ഷൻ ഉള്ളതാണ് യുദ്ധം നീട്ടിക്കൊണ്ട് പോവുക. അമേരിക്ക അവിടം വിട്ടൊഴിഞ്ഞു പോകാൻ നിർബന്ധിതരാവുക. കാരണം അമേരിക്കയ്ക്കുള്ളിലെ പൊതുജനാഭിപ്രായം, ലോകരാജ്യങ്ങളിലെ പൊതുജനാഭിപ്രായം, ഗൾഫ് മേഖലയിൽ തന്നെ നിരന്തരം ആക്രമണം ഉണ്ടാകുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ തന്നെ മുറവിളി കൂട്ടും. തങ്ങൾക്ക് ഒരാഴ്ച പിടിച്ചു നിൽക്കാം, 2 ആഴ്ച, 1 മാസം കഴിയുമ്പോൾ ഗൾഫിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പുറത്തേക്ക് പോകുന്നില്ല. അരിയും പച്ചക്കറിയും ഉൾപ്പെടെയുള്ള ഒരു കാര്യവും അകത്തേക്കും വരുന്നില്ല. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമ്പോൾ അടച്ചു കഴിഞ്ഞു. അടച്ചു എന്ന് പറയുന്നത് സാങ്കേതികമാണ്. അത് കപ്പൽ കുറുകെ ഇട്ടിട്ടൊന്നുമല്ല അടയ്ക്കുന്നത്. അടയ്ക്കുമെന്ന് പറഞ്ഞാൽ മതി, അടച്ചു കഴിഞ്ഞു. അങ്ങോട്ട് മിസൈൽ അയക്കും, അല്ലെങ്കിൽ മൈനുകൾ പാകും. റഷ്യയുടെയും ചൈനയുടെയും കപ്പലുകൾക്ക് കടന്നു പോകാൻ അനുവാദമുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. ഇതൊരു മാസ്റ്റർ സ്ട്രോക്കാണ്. റഷ്യയും ചൈനയും പറയുകയാണ്, ഞങ്ങൾക്ക് ഈ പോരാട്ടത്തിൽ പങ്കില്ല, പക്ഷെ ഞങ്ങൾ എണ്ണ കൊണ്ടുവരും, കൊണ്ടുപോകും, സാധനങ്ങൾ അവിടെ എത്തിക്കും, വേണേ തിരിച്ചു കൊണ്ടുവരും. അറബ് രാജ്യങ്ങൾക്ക് തൽക്കാലം പറയാം, നിങ്ങളുമായി കച്ചവടം ചെയ്യില്ല, അമേരിക്ക വരട്ടുന്നതുകൊണ്ടാണ്. പക്ഷേ വേണമെങ്കിൽ 1 മാസം കഴിയുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഓരോന്നായി പറയും, ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വെളിയിൽ നിന്ന് വരണം, ഞങ്ങൾക്കിവിടെ ക്ഷാമമായി തുടങ്ങി. അവിടെ എങ്ങാനും പച്ചക്കറി ഉണ്ടാകുമോ? അവിടെ എങ്ങാനും പല കാര്യങ്ങളില്ലല്ലോ, എണ്ണ കുടിക്കാനൊക്കെ ഇല്ലല്ലോ. എണ്ണയുടെ ഈന്തപ്പഴം എണ്ണയും കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന് ജീവിക്കാനാവില്ല. അവിടെ പച്ചക്കറി, ഒമാനിൽ ഉൾപ്പെടെ പച്ചക്കറി വിളയുന്ന സ്ഥലങ്ങളുണ്ട്. അത് പോരാ, ഗൾഫിൻ്റെ മൊത്തം മാർക്കറ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് മാർക്കറ്റാണ്. അതുകൊണ്ട് എണ്ണ വിൽക്കാനും പറ്റുന്നില്ല, അവശ്യ സാധനങ്ങൾ എത്തുകയും ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ റഷ്യക്കും ചൈനയ്ക്കും ഒരു ചെറിയ കളി കളിക്കാൻ പറ്റും. അവരത് ഇറാനോട് ചേർന്നൊരു കളി കളിക്കും. യുദ്ധത്തിലൊന്നും പങ്കെടുക്കണ്ട, ഇത് മാത്രം ചെയ്താൽ മതി, ഈ കപ്പലുകൾ ഒഴിച്ച മറ്റെല്ലാ കപ്പലുകളെയും ഇറാൻ ആക്രമിക്കും എന്ന് പറഞ്ഞാൽ അവിടെ പണി പാടും. അവിടെയാണ് സമയം വാങ്ങിയെടുക്കുന്ന തിരക്കിലാണ് ഇറാൻ.
ഓക്കെ. അപ്പോൾ അമേരിക്ക ഒരു തരത്തിൽ ബുദ്ധി പ്രയോഗിച്ചാൽ മറുബുദ്ധി പ്രയോഗിക്കാൻ ഇറാനും കൂട്ടർക്ക് ഇറാൻ സാധിക്കും. തീരെ ബുദ്ധി നമ്മൾ ആദ്യ റൗണ്ടിൽ വിചാരിച്ചു എന്തൊരു അബദ്ധമാണ് കാട്ടുന്നത്. ഇറാനിൽ നിന്ന് നിരന്തരമായി UAE-യിലേക്കും ഖത്തറിലേക്കും ബഹ്റിനിലേക്കും സൗദിയിലേക്കും ബോംബാക്രമണമാണ്, കുവൈറ്റിലേക്കും ഒക്കെ. എന്തൊരു അബദ്ധമാണ്, ഇവരെല്ലാം പിണക്കുകയല്ലേ. ഉം. അതെ, പക്ഷേ ഇറാന് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒറ്റ അവസരമാണ്. ഇവരെല്ലാം പിണക്കിയാൽ പോലും ഇവർ ആത്യന്തികമായി അമേരിക്കയുടെ കൂടെ ആണല്ലോ. ആത്യന്തികമായി അവരെ ഇണക്കിയാലും പിണക്കിയാലും അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിന്റെ ഭാഗമാണ്. അവിടെ എല്ലാം അമേരിക്കൻ സേനാ താവളങ്ങൾ ഉണ്ട്. അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ, ഇപ്പോൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ ഉപയോഗിക്കപ്പെടും, സംശയമില്ല. അങ്ങനെയെങ്കിൽ അവരെ ആക്രമിക്കുക വഴി അവർ ഒരു മുറവിളി കൂട്ടും. എങ്ങനെയെങ്കിലും ഈ നുകം, അമേരിക്ക എന്ന ഈ നുകം, യുദ്ധം എന്ന ഈ നുകം ഞങ്ങളുടെ ചുമരിൽ നിന്നും എടുത്തു മാറ്റൂ, ദയവായി എടുത്തു മാറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്താം. ലോകരാജ്യങ്ങൾ തന്നെ പെട്രോൾ ഡീസൽ അതെ. വില വർധന വരുമ്പോൾ ലോകത്തിന് തീപിടിക്കില്ലേ. എണ്ണവിലയാണ് സമസ്ത സാഹചര്യങ്ങളും മാറ്റിമറിക്കും. അങ്ങനെ വരുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ക്ഷാമമുണ്ടാവില്ലേ, പ്രൊഡക്ഷൻ ലോസ് ഉണ്ടാവില്ലേ. അപ്പോൾ ചൈന ഇന്ത്യയും മാത്രമല്ല അഫക്റ്റഡ് ആകുന്നത്, അമേരിക്കയിൽ ഉൾപ്പെടെ ഇതിന്റെ ഹീറ്റ് ഫീൽ ചെയ്യും. അമേരിക്കയുടെ ജനം തെരുവിലിറങ്ങില്ലേ, അതെ. അമേരിക്കയുടെ പബ്ലിക് ഒപ്പീനിയൻ മാറില്ലേ, അമേരിക്കയുടെ പാർലമെന്റ് മാറി ചിന്തിക്കില്ലേ. കോൺഗ്രസ് ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു ട്രംപിന് എവിടെ നിന്നാണ് ഈ അധികാരം. യുദ്ധം ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാൻ, കോൺഗ്രസിനെ മറികടന്നുകൊണ്ട് യുദ്ധം പ്രഖ്യാപിക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് ആരാണ് അധികാരം കൊടുത്തത്? പ്രമേയം വരികല്ലേ അമേരിക്കൻ കോൺഗ്രസിൽ. ഞാൻ ചോദിച്ചോട്ടെ സാർ, ഈ വിഷയത്തിൽ ആ, ഈ വിഷയങ്ങളെല്ലാം തന്നെ കത്തി നിൽക്കുന്നു. നമുക്കറിയാം, മാസങ്ങൾക്ക് മുൻപ് ഇറാനിൽ കയറി അടിച്ചത് ഇസ്രായേലാണ്. അതിനുശേഷം അമേരിക്കയുടെ അടി വന്നു, അതെ. ബങ്കർ ബസ്റ്ററുകൾ വന്നു. ഈ സൈനിക നടപടിയിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഇസ്രായേലിനെ വലിച്ചിടുകയായിരുന്നോ അതോ ഇസ്രായേൽ അമേരിക്കയെ വലിച്ചിടുകയായിരുന്നോ ഈ കാര്യത്തിൽ? അത് അതാണ് ഏറ്റവും ഡിബേറ്റബിൾ പോയിന്റ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വല്ലാതെ ക്യാമറ കണ്ണിന് മുന്നിൽ പത്രലേഖകരുടെ ചോദ്യത്തിന് മുന്നിൽ പതറുന്നത് കണ്ടു. എന്താണ് ഇത് സാഹചര്യം, യുദ്ധത്തിന്റെ സാഹചര്യം? അമേരിക്ക എന്തിന് യുദ്ധം ചെയ്തു? ഏകപക്ഷീയമായി എന്തിന് അമേരിക്ക ചാടി പുറപ്പെട്ടു? അതിനുള്ള ഉത്തരം പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമായിരുന്നു. ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമായിരുന്നു. ഞങ്ങൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെയെങ്കിൽ ഇറാൻ ഇസ്രയേലിനെ മാത്രമല്ല നമ്മളെയും ആക്രമിക്കും. ആദ്യം ആക്രമിക്കുന്നത് അമേരിക്കയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് പ്രീ എംപ്റ്റീവായ ഒരു സ്ട്രൈക്ക് നടത്തേണ്ട ഒരു സാഹചര്യം വന്നു എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അപ്പോൾ ഇസ്രയേലിന്റെ കൺട്രോളിലാണ് അമേരിക്ക, പേറോളാണ് അമേരിക്ക എന്നൊരു ധ്വനിയല്ലേ ഇൻഡയറക്ട്ലി വരുന്നത്. അതെ. ട്രംപ് ശാസിച്ചു, ട്രംപ് ഇന്നത്തെ ദിവസം ട്രംപ് തിരുത്തിപ്പറയേണ്ടി വന്നു. അങ്ങനെയല്ല, അമേരിക്കയുടെ തീരുമാനപ്രകാരമാണ് യുദ്ധം ചെയ്തത്. അല്ലാതെ ഇസ്രായേലിന്റെ തീരുമാനപ്രകാരം ചെയ്യാൻ പോകുന്ന ഒരു യുദ്ധത്തിൽ തങ്ങൾ അതിന് മുൻപ് തന്നെ കയറി അടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഞങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചത്, അതാണ് അന്തസ്സ്. ധൈര്യം എന്ന് പറയുന്നത് അന്തസ്സ് അതല്ലേ. ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണവർ ഞങ്ങൾ യുദ്ധം ചെയ്തു, ആരാണ് ഇവിടെ ചോദിക്കാൻ? അത് കൊള്ളാവുന്ന വർത്താനമാണ്. അതിന്റെ ന്യായമൊന്നും പറയണ്ട, ന്യായമൊന്നുമില്ല യുദ്ധത്തിന്, പക്ഷേ അത് കൊള്ളാവുന്ന വർത്താനമാണ്. മറ്റേത് കൊള്ളില്ല. അപ്പൊ അതുകൊണ്ട് ഇസ്രയേലിന്റെ ആവശ്യപ്രകാരം ഇസ്രയേലിന്റെ യുദ്ധം അമേരിക്ക ചെയ്തു. ഇസ്രയേൽ അമേരിക്കയെ യുദ്ധമുഖത്തേക്ക് വലിച്ചടുപ്പിച്ചു. ഇപ്പോൾ ഇതാ ഇറാൻ ഇസ്രയേലിനെയും അമേരിക്കയും ഒക്കെ വട്ടം ചുറ്റിക്കുന്നു. പ്രഹരമേൽക്കുന്നുണ്ട്, ശരിയാണ്, പക്ഷേ ഉദ്ദേശിക്കുന്ന ഫലമല്ല അത് ചെയ്യുന്നത്. അറബ് രാജ്യങ്ങളിലെല്ലാം ആക്രമണം വരുന്നു, കാര്യമായ നാശനഷ്ടങ്ങളില്ല. പക്ഷേ ഇതൊരു സന്നിഗ്ധ ഘട്ടത്തിലേക്ക്, നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് തള്ളിക്കൊണ്ട് പോകാനാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. ആ വഴി പോകുന്നു. ഏറെ നാശനഷ്ടങ്ങൾ ഇറാൻ വരുന്നുണ്ട്, ഒരു വശത്ത് സമ്മതിക്കുന്നു. പക്ഷേ യുദ്ധം നിൽക്കാൻ പോകുന്ന ഒരു ലക്ഷണവും ഏകപക്ഷീയമായി ഇറാൻ കീഴടങ്ങും, അമേരിക്കയുടെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങും എന്ന പ്രതീക്ഷയില്ല. അതിന് പകരം ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാൻ അമേരിക്കയുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ടെങ്കിലൊക്കെ നിലവിൽ ഒന്നും കാണുന്നില്ല. അല്ല, വേറൊന്നുകൂടി ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഈ ഒരു വിഷയത്തിൽ ഒരു തന്ത്രശാലിയായ നേതാവായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ കുറെ കൂടി ഡിപ്ലോമാറ്റിക്കലി ഷ്രൂഡായിട്ടുള്ള ഒരു നേതാവായിരുന്നുവെങ്കിൽ, ട്രംപിനെ അപ്പുറത്തേക്ക് ട്രംപ് അല്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ? ട്രംപ് തന്ത്രശാലി ആണെന്നും അല്ലെന്നും ഉള്ള അഭിപ്രായങ്ങളുണ്ട്. ഓക്കെ. അതായത് ഒരു വിഭാഗം വിചാരിക്കുന്നു ഇസ്രയേലിന്റെ കുശാഗ്ര ബുദ്ധിയാണ് ട്രംപ് എന്ന ഈ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ചാടിക്കളിക്കുന്ന ട്രംപ്. അദ്ദേഹം ഉള്ളിടത്തോളം കാലം പറഞ്ഞ് ചെയ്യിപ്പിക്കാം. ക്ഷിപ്രകോപിയായ ട്രംപിനെ കൊണ്ട് പറഞ്ഞ് വാലിൽ തിരികൊളുത്തി ചെയ്യിപ്പിക്കാം. ബുദ്ധിയുള്ള, വിവേകമുള്ള, വിവരമുള്ള ഒരു പ്രസിഡന്റ് അത് ചെയ്യില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മറുവശത്ത് ട്രംപ് മണ്ടനല്ല. ഇപ്പം ചെയ്താൽ ട്രംപ് ചെയ്തതല്ലേ. ഒരു തരത്തിൽ പറഞ്ഞാൽ
കെ നയനാർ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരുപാട് ലൈസൻസ് ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾ ഓടാന്ന് പറയാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. അതേ ലൈസൻസ് പിണറായിക്ക് ഇല്ല. അമേരിക്കൻ പ്രസിഡന്റ് എന്ന പദവിയിൽ ഇരിക്കുന്ന ആളിന് ട്രംപ് അല്ലേ അദ്ദേഹം ഇതും ചെയ്യും അപ്പുറം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് ആ ഒരു ലൈസൻസ് മുതലാക്കിക്കൊണ്ട് ട്രംപ് എന്ന ബുദ്ധിശാലിയായ രാഷ്ട്രീയക്കാരൻ, നെതന്യാഹു എന്ന അതീവ ധിഷണാശാലിയായ മറ്റൊരു ഇസ്രായേലി പൊളിറ്റീഷ്യൻ, രണ്ടുപേരും കൂടെ ചേർന്ന് അവരുടെ ആത്യന്തികമായ അജണ്ട നടപ്പാക്കിയെടുത്തു. നൗ നെതന്യാഹു ആൻഡ് ട്രംപ്, ഡെഡ്ലി കോമ്പിനേഷൻ. ഒരിക്കലും അതുപോലെ ഒരു അനുകൂല അവസരം ജൂത കമ്മ്യൂണിറ്റിക്കോ അമേരിക്ക എന്ന ഡീപ് സ്റ്റേറ്റിനോ ഉണ്ടാവില്ല. അതങ്ങോട്ട് പ്രയോഗിച്ചു എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് ഇത് ഒപ്പീനിയൻ ഇസ് ഡിവൈഡഡ്. ഇതിൻ്റെ ന്യായം എൻ്റെ അഭിപ്രായത്തിൽ ന്യായമില്ല. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം മറ്റൊരു രാജ്യത്തെ ബലമുണ്ട് എന്നതുകൊണ്ട് മാത്രം എന്ത് കാര്യം പറഞ്ഞിട്ടാണെങ്കിലും, ആണവ ആയുധമുണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടാണെങ്കിൽ പോലും ആക്രമിക്കുന്നതിന് ന്യായമില്ല. കാരണം അങ്ങനെയെങ്കിൽ ഇത് ബലവാന്റെ ലോകമാകും. നാളെ ഇപ്പം മാറി നിന്ന് ചിരിക്കുന്നവരുടെ മേൽ ഉച്ചയ്ക്ക് ബോംബ് വിടുമ്പോൾ പറയും, അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളുടെ മേലും വരുമെന്നുള്ളത്. അതുകൊണ്ട് അത് ന്യായമല്ല. പക്ഷേ ഒരു പരിധിവരെ ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിക്കെതിരെയുള്ള ആക്രമണം അത് ചെയ്തിരിക്കുന്നത് ലോകത്ത് ഏറ്റവും അധികം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെയ്തിട്ടുള്ള അമേരിക്ക തന്നെയാണ്. തീവ്രവാദത്തെ സഹായിക്കുന്നു, ആണവായുധങ്ങളുണ്ട്, അമേരിക്കയ്ക്ക് ഇതെല്ലാം ഉണ്ട്. അമേരിക്ക ബിൻ ലാഡനെ വളർത്തിക്കൊണ്ടുവന്ന് ഒന്നാമത്തെ തീവ്രവാദിയല്ലേ അഫ്ഗാനിസ്ഥാൻ. എന്നിട്ട് ബിൻ ലാഡൻ അമേരിക്കയ്ക്ക് എതിരെ തന്നെ ഉച്ചയ്ക്ക് തന്നെ ബോംബ് വിട്ടപ്പോൾ മനസ്സിലായി, എന്താണ്, പാല് കൊടുത്ത കരങ്ങൾക്ക് തന്നെ ഈ പാമ്പ് കടിച്ചല്ലോ, പാമ്പിനായിരുന്നല്ലോ, വിഷപ്പാമ്പിനായിരുന്നല്ലോ പാല് കൊടുത്തത് എന്ന്. ഇന്ത്യ ചെയ്തിട്ടില്ലേ? വെലുപ്പുള്ള പ്രഭാകരനെ വളർത്തിയെടുത്തില്ലേ? എന്തായി രാജീവ് ഗാന്ധിയുടെ അന്ത്യം? ജർണയിൽ സിംഗ് ഭിദ്രൻവാലയെ പാല് കൊടുത്ത് വളർത്തിയില്ലേ? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിയെ വധിക്കാൻ ബിയാൻ സിംഗും സത്വന്ത് സിംഗും വന്നില്ലേ? അതാണ് പറയുന്നത്, യഥാർത്ഥത്തിൽ തീവ്രവാദികളെ സഹായിക്കുന്ന എല്ലാവരും ആത്യന്തികമായി വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ സംഭവിക്കും. ഇറാനും അത് തന്നെയാണ് സംഭവിച്ചത്. ഇറാനും തീവ്രവാദികൾക്ക് ഹിസ്ബുള്ള, ഹമാസ്, ഹുതി, ഒരു തരത്തിൽ പറഞ്ഞാൽ 7th October 2023 was the turning point. ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചു. 1200 പേര് ഇസ്രയേൽ ഭരിച്ചു. മിക്കതും നിരപരാധികളാണ്. നിഷ്ഠൂരമായി. അതിൽ നിന്നാണ് ഈ റൗണ്ട് ഓഫ് വേവ്സ് ഓഫ് അറ്റാക്ക് എല്ലാം വന്നത്. ആദ്യം ഇറാന്റെ പ്രോക്സീസിനെ ആക്രമിച്ചു ഇസ്രയേൽ, പിന്നീട് അമേരിക്ക പിന്നീട് ഇറാനെ ആക്രമിച്ചു. കഴിഞ്ഞ തവണ 2025 ജൂൺ മാസം പകുതിയായപ്പോൾ അമേരിക്കൻ രംഗത്തേക്ക് വരുന്നു. എന്നിട്ടൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നു, 6 മാസത്തെ ബ്രേക്ക് എടുക്കുന്നു. ഇപ്പോൾ ഇതാ വർദ്ധിത വീര്യത്തോടുകൂടി ഇറാനെ ഫിനിഷ് ചെയ്യാൻ, ഇറാൻ രാജ്യത്തെ അല്ല, ഇറാന്റെ ഭരണ സംവിധാനത്തെ, സൈനിക സംവിധാനത്തെ, മിസൈലുകളെ, ആണവ സാങ്കേതിക വിദ്യ പൂർണ്ണമായി തച്ചു തുടക്കുക. വേണമെങ്കിൽ അമേരിക്കയ്ക്ക് പറയാം, ഞങ്ങൾ 1-ാം ദിവസം 1-ാം മണിക്കൂർ തന്നെ അയത്തുള്ള അലി ഖുമൈനിയെ വകവരുത്തി, ഉന്നത നേതൃത്വത്തെ നിഷ്കാസനം ചെയ്തു, മിസൈലുകൾ എല്ലാം തകർത്തു, ആണവ പദ്ധതി ഇനി ഒരു 10 വർഷത്തേക്ക് മുന്നോട്ട് പോകില്ല, ഞങ്ങൾ എയിമെല്ലാം ഒബ്ജക്റ്റീവ്സ് എല്ലാം അച്ചീവ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ പിന്മാറുന്നു എന്ന് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ പറയാം. പക്ഷേ അത് പറഞ്ഞാൽ ഒരു പരിധിവരെ അമേരിക്കയ്ക്ക് മുഖം നഷ്ടപ്പെടില്ലേ എന്ന ഒരു സന്ദേഹം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഒരു ടൈം. പക്ഷേ ആത്യന്തികമായ ഭരണമാറ്റം ഒരു പക്ഷേ ആകാശങ്ങളിൽ യുദ്ധം ചെയ്തതുകൊണ്ട് നടക്കില്ല. അത് വേദനയോടുകൂടി ഇപ്പോൾ അമേരിക്ക തിരിച്ചറിയുന്നുണ്ടാവാം. അല്ല എങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓൾട്ടർനേറ്റ് ലീഡർഷിപ്പിനെ ഇറാൻ ഉള്ളിൽ കണ്ടുവച്ചതിന് ശേഷമാണ് ഇത് ചെയ്തതെങ്കിൽ മേ ബി ഓക്കെ, അത് നമുക്ക് നിശ്ചയമില്ല. അല്ല, ഇതിനകത്ത് രാജ്യത്തിനകത്ത് ട്രാഫിക് സിസ്റ്റം പോലും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന, അവിടെ നിന്ന് ചിത്രങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്ന അമേരിക്കൻ അല്ലെങ്കിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം ഇറാനകത്ത് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കത് സാധിക്കും. പക്ഷേ ജനങ്ങളോ? ഇറാന്റെ ജനതയുടെ മനസ്സെന്ത്? ഇത് വെളിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഊഹിച്ചു പറയാം. ഇറാൻ ജനത മുഴുവൻ തന്നെ ട്രംപ് വിരുദ്ധരാണ്, അല്ലെങ്കിൽ ഇറാൻ ഭരണകൂട വിരുദ്ധരാണ്, രണ്ടും പറയാം. അല്ല, ഇറാൻ ഭരണകൂടത്തെ നെഞ്ചിലേറ്റുന്ന ഒരു വിഭാഗമെങ്കിലും ഉണ്ട്. ഈ ഭരണത്തിന് ആനുകൂല്യം പറ്റുന്ന ഒരു വിഭാഗമുണ്ട്. അവരൊക്കെ മിലീഷ്യകളിലൂടെ സംഘടിക്കില്ലേ? ഇപ്പോഴത്തെ ഒരു വിമത വിഭാഗത്തെ, സ്വാതന്ത്ര്യവാദികളെ, പരിഷ്കരണവാദികളെ, അല്ലെ, മതഘടനകളെ തള്ളിപ്പറയുന്നവരെ, സെക്യുലർവാദികളെ അധികാരത്തിൽ ഇരുത്തിയാൽ എത്ര കാലം ഇരിക്കും? ഇറാൻ ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോകില്ലേ? ആഭ്യന്തര യുദ്ധത്തിൽ മിലിഷ്യകൾ ഉണ്ടാവില്ലേ? ഖുർദുകൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കില്ലേ? വടക്ക്, തെക്ക്, ഇങ്ങേറെ തെക്ക് ബലൂച്ചുകൾ, സിസ്റ്റേൺ ബലൂചിസ്ഥാനിൽ വലിയ കലാപങ്ങൾ നടക്കില്ലേ? ഇതെല്ലാം വിഘടിച്ചു പോകില്ലേ ഇറാൻ? ഇല്ലേ, ടർക്കിഷ് ഭാഗം വിഘടിച്ചു പോകില്ലേ? കാസ്പിയൻ കടലിന്റെ ഭാഗത്ത് ഒരു വിഭാഗം വിട്ടുപോകില്ലേ? അകത്ത് തന്നെ ഒരു തീച്ചുള്ള അനുഭവം ഉണ്ടാവില്ലേ? ഇപ്പോഴൊരു രാജ്യത്വമുണ്ട്, അല്ലെങ്കിൽ ഒരു ഘടനയുണ്ട്, അല്ലെങ്കിൽ ഒരു റെജിയമുണ്ട്, ഒരു ജുണ്ട ഉണ്ട്.
ഇപ്പോൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു പാവ ഭരണകൂടത്തെ ചുമതലപ്പെടുത്തിയാൽ ജനങ്ങൾ ഒരുപക്ഷെ പൂർണ്ണമായി അംഗീകരിച്ച് കൊള്ളണമെന്നില്ല. ഒരു ബാഹ്യ ഇടപെടൽ കൊണ്ട് ഇറാനെ പോലൊരു രാജ്യത്തെ ഡീപ്ലി റൂട്ടഡ് ഒരു സംസ്കാരമുണ്ട്. അല്ലെങ്കിൽ 79 മുതൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പെട്ടെന്ന് ഒരു നിമിഷം ആ രീതി മുഴുവൻ മാറ്റി ഇതൊരു സെക്യുലർ രാജ്യമായി മാറിയിരിക്കുന്നു. മതമേലധ്യക്ഷന്മാരെ എല്ലാം പുറത്താക്കിയിരിക്കുന്നു. ഇതെല്ലാം കുഴഞ്ഞു കിടക്കുകയാണ്. മതം, രാഷ്ട്രീയം, സൈന്യം, IRGC, ബിസിനസ് ഇതെല്ലാം ചേർന്ന് കോർഡിനേറ്റ് ചെയ്യുന്ന അച്ചുതണ്ട് ശക്തിയാണ് IRGC. ഓക്കെ, അതിപ്പോഴും ഫാമിലി റൂട്ടഡ് ആണ്. അതെ, തീർച്ചയായിട്ടും. ഒന്ന് നോക്കിയാൽ ഇപ്പോൾ ഇറാനിലെ ജനങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ടാകണം, 1953 മുതൽ 79 വരെ അവിടെ നിലനിന്ന ഭരണകൂടം അമേരിക്കയുടെ പപ്പറ്റ് ഭരണകൂടമായിരുന്നു, പാവ ഭരണകൂടമായിരുന്നു. അവർ അമേരിക്കയ്ക്ക് വേണ്ടി ഇറാൻ്റെ ധാതു സമ്പത്ത് അല്ലെങ്കിൽ ഇറാൻ്റെ എണ്ണ അവർക്ക് ചൂഷണം ചെയ്യുവാനായി നിന്നുകൊടുത്തു. വലിയൊരു വിഭാഗം ജനങ്ങളെ പട്ടിണിയിലേക്കിട്ടു. അവരെ തിരിഞ്ഞു നോക്കിയില്ല. ആ ഒരു സാഹചര്യം സൃഷ്ടിച്ച അമേരിക്കയ്ക്ക് വീണ്ടും അത്തരത്തിലൊരു പാവ ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ നിന്നുകൊടുക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും അല്ലേ? അതൊക്കെ ഓർത്തിരിക്കുന്ന എത്ര പേരുണ്ടാവും? ഈ മൊസാദിക്കിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അത് ഇറാൻ ജനം തെരഞ്ഞെടുത്ത ഒരു സ്വാഭാവിക ഭരണകൂടമാണ്, ജനാധിപത്യവാദിയാണ്. അത് മട്ടിമറിച്ചുകൊണ്ട് അമേരിക്കയാണ് പ്രവാസത്തിലുണ്ടായിരുന്ന ഇറാൻ ഷാ പഹലവി രണ്ടാമനെ അധികാരത്തിൽ പ്രതിഷ്ഠിച്ചത്. അപ്പൊ ഷാ യുഗം എന്ന് പറഞ്ഞാൽ 1953 മുതൽ 79 പുറത്താക്കപ്പെടുന്ന അയത്തുള്ള അലി റൂഹുള്ള ഖൊമേനി നയിച്ച വിപ്ലവത്തിൽ പുറത്താക്കപ്പെടുന്നവരെ ഷാ ഭരണകൂടമായിരുന്നു. ടെഹ്റാൻ നഗരം വൻതോതിൽ വികസിച്ചു. ഇറാന്റെ ആധുനിക ഇറാനെ വേണമെങ്കിൽ സൃഷ്ടിച്ചെടുത്തത് ഷായുടെ കാലത്താണെന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കൻ ടെക്നോളജിക്കെയും അമേരിക്കയുടെ ഓയിൽ രംഗത്ത് വലിയ ടെക്നോളജിയും മുതൽ മുടക്കും ഉണ്ടായി. ഈ ദേശസാൽക്കരിക്കപ്പെട്ട ഇറാന്റെ എണ്ണ പ്രൈവറ്റ് കമ്പനികൾക്ക് കൂടി എക്സ്ട്രാക്ട് ചെയ്യത്തക്ക രീതിയിലായി വലിയ പുരോഗതി ഉണ്ടായി. പക്ഷേ അവിടെ അസംതൃപ്തിയും ഉണ്ടായി, ഈ എസമെട്രിക്കൽ ഒരു ഗ്രോത്ത് ഉണ്ടായി. ഒരു വിഭാഗം ജനങ്ങൾ തിരസ്കരിക്കപ്പെട്ടു, അവർ മതപരമായി സംഘടിച്ചു. അങ്ങനെയാണ് അയത്തുള്ളമാർ അരങ്ങ് കീഴടക്കുന്നത്. അപ്പോഴാണ് അതുമുതൽ കൊണ്ടുവന്നൊരു പുതിയ സംവിധാനം. അത് ആഴത്തിൽ വേരോട്ടം നേടിയ ഒരു സംവിധാനമാണ്. 47 വർഷങ്ങൾ, സംവത്സരങ്ങൾ. അതിൽ തന്നെ 37 വർഷവും ഒരു ഖൊമൈനിയുടെ കീഴിലാണ്. അയത്തുള്ള അലി ഖംനൈ അദ്ദേഹത്തിന് കീഴിലാണ്. അപ്പോൾ അവിടെ പെട്ടെന്ന് അങ്ങനെ ആ ഒരു രീതിശാസ്ത്രം മാറാനാവില്ല. ഇറാൻ അങ്ങനെ മാറാനാവില്ല. ഷായെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ രാജഭരണമാണോ ആഗ്രഹിക്കുന്നത്? ഒരു പ്രസിഡൻഷ്യൽ ഭരണത്തിൽ തിരഞ്ഞെടുക്കപ്പെടണ്ടേ? അത് ഏത് തരത്തിലുള്ള ജനാധിപത്യ പ്രക്രിയ അവിടെ ഉണ്ട്? അവർക്ക് ശീലമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഈ ഘടനകളിൽ ഒരു പുതിയ ഒരു നേതൃത്വത്തെ അടിച്ചേൽപ്പിച്ചാൽ അതൊരു പക്ഷേ ഏറ്റുവെച്ചാൽ മുഴച്ചിരിക്കും എന്ന മട്ടിലാകും. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്, ഇറാനിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അവർക്കിടയിൽ നിന്ന് തന്നെ ഒരു ഭരണകൂടത്തെ ഉരുത്തിരിഞ്ഞു വരുവാനുള്ള സാഹചര്യം അമേരിക്ക സൃഷ്ടിക്കും. നിലവിൽ ആ സാഹചര്യമില്ല. കാരണം ഒരു പ്രതിപക്ഷം എന്ന് പറയാൽ നമ്മൾക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു ജനകീയ പ്രതിപക്ഷം, ഒരു രാഷ്ട്രീയ കക്ഷിയുടെ രൂപത്തിൽ ഇറാനിൽ ഇപ്പോൾ പ്രതിപക്ഷ കക്ഷി ഇല്ല. ഭരണകക്ഷിയാണ് രണ്ട് വിഭാഗവും. ഭരണകക്ഷിയിലെ പരിഷ്കരണ വിഭാഗവും തീവ്ര വിഭാഗവും, അതായത് മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്. ഈ രണ്ട് വിഭാഗങ്ങളിൽ പെട്ട ഓരോരുത്തർക്ക് വീതം മത്സരിക്കാൻ അയത്തുള്ള അലി ഖമനൈ അനുവാദം കൊടുക്കും. അതിൽ മിതവാദിയായ മസൂദ് പസഷ്കിയാൻ ജയിച്ചു വന്നു. അതാണല്ലോ ചരിത്രം. അല്ലാതെ പൂർണ്ണമായി ഈ സിസ്റ്റത്തിന് വെളിയിൽ നിൽക്കുന്ന ആരും തന്നെ പ്രതിപക്ഷം എന്ന രൂപത്തിൽ ഇല്ല. അതുകൊണ്ട് ഇനിയും ഉയർത്തു വരാനുള്ള പ്രതിപക്ഷം, ജനങ്ങൾ തെരുവിലിറങ്ങും, പ്രക്ഷോഭം നടത്തും. അവരുടെ നേതാവാരെ എന്ന് ചോദിച്ചാൽ വി ഡോണ്ട് ഹാവ് എനിബഡി ടു സജസ്റ്റ് ആസ് എ ലീഡർ എന്ന് ഇറാനിയൻ ജനതയ്ക്ക് പറയേണ്ടി വരും. പിന്നെയുള്ള പ്രതീക്ഷ IRGC തന്നെ വിലക്കെടുക്കുക എന്നതാണ്. IRGCയുടെ ഒരു വലിയ വിഭാഗത്തെ അമേരിക്കയ്ക്ക് വിലക്കെടുക്കാൻ ഓൾറെഡി സാധിച്ചിട്ടുണ്ട് എങ്കിൽ അനുകൂല സാഹചര്യം വരുമ്പോൾ, നടുമുടിഞ്ഞു നിൽക്കുമ്പോൾ ഇതാ ഞങ്ങൾ തയ്യാറായി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വരാം. അവരിലൂടെ അമേരിക്കയ്ക്ക് ഭരണം തുടരാം. പക്ഷെ അതൊക്കെ ഒരു വിഷ്വൽ തിങ്കിങ് ആണ്. മറ്റൊരു പാകിസ്ഥാനായി മാറും. പാകിസ്ഥാൻ അതേക്കാൾ എത്രയോ ഭേദമാണ്. അങ്ങനെ നോക്കുമ്പോൾ അതിനേക്കാൾ ഭേദമാണ് ഈ അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാവുന്ന ഒരു ഘടന. പക്ഷെ ആത്യന്തികമായി മറ്റൊരു ചോദ്യം കൂടെ എൻ്റെ മനസ്സിൽ വരുന്നത്, എന്തിന് ഒരു ഫ്രണ്ട്ലി ഭരണകൂടം? ഇസ്രായേൽ ഫ്രണ്ട്ലി ഭരണകൂടമാണ് അമേരിക്കയ്ക്ക്. ഗൾഫ് രാജ്യങ്ങളെല്ലാം ഫ്രണ്ട്ലി ഭരണകൂടമാണ്. ഇറാനിൽ കൂടി ഒരു ഫ്രണ്ട്ലി ഭരണകൂടം ഉണ്ടായാൽ അമേരിക്കയുടെ സേനാ താവളങ്ങൾ എന്തിന് ഗൾഫ് രാജ്യങ്ങളിൽ ഈ കട എന്തിന് തുറന്നു വെച്ചിരിക്കുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാനാവുമോ? ഇവരാരും കടക്ക് പുറത്തൊന്നും പറയില്ല അമേരിക്കയോട്, പേടിച്ചിട്ടാണ്. പക്ഷേ എല്ലാവരും ഒരു പ്രസക്തിയില്ല. അമേരിക്കൻ ആർമി, അമേരിക്കൻ നേവി, അമേരിക്കൻ എയർഫോഴ്സ് ഹാസ് നോ റെലവൻസ് ഇൻ എ പീസ്ഫുൾ വെസ്റ്റ് ഏഷ്യ. അതുകൊണ്ട് സമാധാനം എന്നത് അമേരിക്കയുടെ അജണ്ടയിൽ ഉണ്ടാവില്ല. താൽക്കാലികമായെങ്കിലും ഒരു ശത്രു ഉണ്ടാകണം. നിലവിൽ ഒരു ശത്രു ഉള്ളത് ഇറാനാണ്. പൊന്മുട്ട ഇടുന്ന താറാവാണ് ഇറാൻ എന്ന് ഓർക്കണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം.
അമേരിക്കയുടെ ആയുധങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു തീർച്ചയായും. നല്ല താറാവ്. ഈ തീർച്ചയായും. താറാവിനെ അങ്ങനെ ഞെക്കിക്കൊല്ലില്ല. ഓക്കെ, തൽക്കാലം ഒന്ന് കഴുത്ത് ചരിച്ചു വിടുക. അത്രേ ഉള്ളൂ. താറാവ് അവിടെ നിൽക്കട്ടെ, താറാവ് അവിടെ നിൽക്കട്ടെ. മുട്ട ഇട്ടുകൊണ്ടേ ഇരിക്കും. Yes. ഇതാണ് ഒരു പക്ഷേ നമുക്കറിയില്ല, തന്ത്രങ്ങളാണത്, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മുടെ ശുദ്ധമാനസർ വിചാരിക്കും ഇതാ അമേരിക്ക വന്ന് ഇറാന്റെ ഭരണകൂടത്തെ മാറ്റി തങ്ങൾക്ക് വഴങ്ങുന്ന ഒരു ഭരണകൂടം വരുന്നു, ഓയിൽ കമ്പനികൾ വരുന്നു, അങ്ങനെയും നേട്ടമുണ്ടാക്കാം. പക്ഷേ ഇറാന്റെ സൈനിക ബലം അവിടെ നിൽക്കണം. ആണവശക്തിയൊന്നും ആവണ്ട, മിസൈലുകൾ പൂർണ്ണമായി ഒന്നും തകർക്കണ്ട. ഇറാൻ മിസൈൽ ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കൻ സൈന്യത്തിന് അത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഗൾഫ് രാജ്യത്തെ താവളവുമായി നിൽക്കാനാവൂ എന്ന് കൂടി ഓർക്കണം. യെസ്, ഇതാണ് പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ, ഇറാനിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഇപ്പോഴത്തെ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടാൽ രാജ്യത്തിന് നേതൃത്വം നൽകും. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. മറ്റൊന്ന്, ഈ വിഷയങ്ങളിലേക്കെല്ലാം തന്നെ ഇറാനെയും ഇസ്രായേലിനെയും വലിച്ചിടുവാനുള്ള കാരണമായത് 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ഇസ്രായേൽ ആക്രമണം തന്നെയായിരുന്നു എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഡോക്ടർ മോഹൻ വർഗീസ്. അതിൽ നിന്നും അവിടെ രൂപപ്പെട്ട കലക്കവെള്ളത്തിൽ ഇസ്രായേലും അമേരിക്കയും മീൻ പിടിക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ പദ്ധതിക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു, ഇറാനിൽ ഒരു സമാധാനപരമായ ഭരണകൂടം വരുവാൻ അമേരിക്ക ആഗ്രഹിക്കുകയുമില്ല. അത്തരത്തിലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അമേരിക്കയുടെ പ്രസക്തി അവിടെ ഇല്ലാതാകുന്നു, അമേരിക്കയുടെ ആയുധങ്ങൾ വിൽക്കാനുള്ള മാർക്കറ്റ് അവിടെ ഇല്ലാതാകുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.